വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ലോകത്തുള്ള ജനങ്ങളെല്ലാം ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ്. 6 പേരെ നമ്മളെ അഫാൻ എന്ന് പറയുന്ന പയ്യൻ തട്ടിയ കഥ. ഇഞ്ചിഞ്ചായിട്ട് ഓടി നടന്ന് ഓരോരുത്തരെയും കൊലപ്പെടുത്തിയ കഥ നമ്മളെല്ലാവരും ഞെട്ടലോടെ കേട്ട വാർത്തയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം സിനിമയാകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത്. കാലം പറഞ്ഞ കഥ എന്നാണ് സിനിമയുടെ പേര്. ഇത് ഇങ്ങനെ ഈ സംഭവം നടന്നിട്ട് 24-ാം തീയതി ആവുമ്പോൾ 1 വർഷം തികയാൻ പോവുകയാണ് ഈ സംഭവം നടന്നിട്ട്. സിനിമ ഇറങ്ങാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് അഫാൻ്റെ വാപ്പ റഹീം കാക്ക ഹൈക്കോടതിയെ സമീപിച്ചു. കൂട്ടക്കൊലക്കേസ് സിനിമയാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. കേസിലെ പ്രതി അഫാന്റെ പിതാവാണ് ഹർജി നൽകിയത്. കാലം പറഞ്ഞ കഥ സിനിമയുടെ റിലീസ് മാറ്റിവെക്കണമെന്നാണ് ആവശ്യം. എന്തിന് മാറ്റിവെക്കണം? അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. സിനിമ ഇറങ്ങട്ടെ, നല്ലതല്ലേ? ഇയാൾക്ക് ഇത്ര വെപ്രാളം എന്ത്? സിനിമ ഇറങ്ങണേൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ മാസം ഫെബ്രുവരി 6-ാം തീയതി സിനിമ റിലീസാവാൻ ഇരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ വെച്ചിട്ടാണ് റഹീം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ ഗോപിക നൽകും. ഗോപിക, അഫാന്റെ പിതാവാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് സിനിമ റിലീസ് ചെയ്യരുത് എന്നാണ് അഫാന്റെ പിതാവ് പറയുന്നത്? വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഈ അടുത്തായി ഫെബ്രുവരി 6-നാണ് പ്രസാദ് നൂർനാട് സംവിധാനം ചെയ്യുന്ന കാലം പറഞ്ഞ കഥ എന്ന സിനിമ റിലീസിനൊരുങ്ങുന്നത്. ഇതുമായി സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ പ്രതി അഫാന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അദ്ദേഹം പ്രധാനമായും ഹർജിയിൽ ഉന്നയിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ സിനിമ എന്ന് പറയുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ആസ്പദമാക്കിയാണെന്നും ഈ സിനിമ പുറത്തു വരുന്നതിലൂടെ മാധ്യമ വിചാരണയ്ക്ക് വഴിയൊരുക്കുമെന്നുമാണ്. ഇതുവഴി ഇപ്പോൾ നിലവിൽ ഈ കേസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതിയുടെ വിചാരണ ഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഈ ഒരു സിനിമയുടെ റിലീസ് മൂലം അത് അഫാന്റെ ഭാവിക്കും അതുപോലെ തന്നെ കേസിന്റെ ട്രയലിനും. അയ്യോ, അഫാന്റെ ഭാവിയെ ബാധിക്കും. എന്താ കോടതിയിലെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ എന്താ പറയണ്, അഫാന്റെ ഭാവിയെ ബാധിക്കുമെന്ന്. നാണമില്ലല്ലോ പറയാ. ഇത്രേ എണ്ണത്തിന് ഓടി നടന്ന് തട്ടിയ ഒരുത്തന് കൂട്ടു നിൽക്കാൻ നാണമില്ലല്ലോ. ആ വീട്ടിൽ അവരവസ്ഥയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ആ ഒരു കുട്ടി പോയത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ഷമിക്കാതിരിക്കുക. അതുപോലെയാണോ മറ്റുള്ളത്? ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ഇതുവഴി അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പ്രതിയുടെ പിതാവിന്റെ കുടുംബത്തിനും ഒക്കെ മാനക്കേടുണ്ടാക്കുമെന്നും ഇത് സ്വകാര്യത അല്ല, മാനക്കേടുണ്ടാക്കും എന്ന് പറയുന്നു. മാനക്കേടുണ്ടാക്കാൻ ഇത് ഈ കൊലപാതകം ഇത് ആരും അറിഞ്ഞില്ലേ? ഇതിലൊന്നും ഒരു മാനക്കേടും ഉണ്ടായില്ല. അപ്പം ഈ കുടുംബത്തിന് ഒരു വിഷമവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ചുമ്മാ അല്ല, ഉമ്മ മരിച്ചില്ല. ഉമ്മായേയും ഇതുപോലെ ചെയ്തതാണ്. 5 പേരാണ് അതിൽ മരണപ്പെട്ടത്. ഉമ്മായെ 2 പ്രാവശ്യം ചുറ്റിയെല്ലിനെ അടിച്ചിട്ടും ഉമ്മ മരണപ്പെട്ടില്ല. അവരെന്നിട്ടും പറഞ്ഞത് എന്തോന്നാണ്, ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്, എൻ്റെ മകൻ ചെയ്തതല്ല. അപ്പോഴും തൊട്ടവർ ഓർമ്മ വീണപ്പോൾ തൊട്ടവർ രക്ഷിക്കാൻ തുടങ്ങിയതാണ്. അതുപോലെ അന്ന് ഈ റഹീം കാക്ക പറഞ്ഞത് എന്തോന്നാണ്, ഈ അഫാനെ തെളിവെടുപ്പ് നടത്തിയ സമയത്ത് അവിടെ നിന്നും കൊണ്ട് പറയണതാണ്, ഇവനെ ഇനി എനിക്ക് കാണണ്ട, കൊണ്ടുപോട്ട് അവനെ എന്താന്ന് വെച്ചാൽ നിയമത്തിന് വിട്ടുകൊടുത്ത് എന്ന് പറഞ്ഞ ആള് ഇപ്പം മനസ്സിലായില്ലേ? ഉമ്മായും വാപ്പായും മകനെ സംരക്ഷിക്കുകയാണ്. കൊലയാളി 5 എണ്ണത്തിനെയാണ് കൊന്നത്. 5 എണ്ണത്തിനെ കൊന്നു. ആ തള്ള രക്ഷപ്പെട്ടു. തള്ള ഇതെല്ലാം ഏറ്റു പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? എനിക്ക് തോന്നണത് ഈ പണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം ഇവരെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടായിരിക്കും കോടതിയൊക്കെ സമീപിക്കുമ്പോൾ ഇവർക്കിനി പണം കിട്ടും. അതിനു വേണ്ടി അങ്ങാണ്ട് എന്തോ ആണ്. കടന്നുകയറ്റമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ഹർജിയിൽ പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഇത് സാക്ഷികളെ സ്വാധീനിക്കാനും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് മുഖാന്തരമാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയെ ഇദ്ദേഹം സമീപിച്ചിട്ടുള്ളത്. എന്തായാലും ഹൈക്കോടതി ഇത് പരിഗണനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഫെബ്രുവരി 6-നാണ് ഇപ്പോൾ ഈ സിനിമ റിലീസിനൊരുങ്ങുന്നത്. ദിവ്യ, അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇത്രയും കൊലപാതകം നടത്തിയ ഒരു കൊലയാളിയെ
വീട്ടിലുള്ളവർ സംരക്ഷിക്കാൻ നോക്കുന്നു. ഉമ്മായും പാപ്പായും തന്നെ, വേറെ ആരുമല്ലേ, വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയണ ഇതുപോലെ ഒരു അവസ്ഥയല്ലേ അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിക്ക് പറ്റിയത്? ഇതുപോലൊരവസ്ഥയല്ലേ? ആ കുട്ടിയെ എന്ത് പറഞ്ഞാണ്, അവൻ്റെ ഉമ്മാക്ക് സുഖമില്ലെന്നും പറഞ്ഞാണ് അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് അവൻ അന്ന് ആ ക്രൂരത ചെയ്യണം. ആ കുട്ടിയുടെ അടുത്ത് ആ ക്രൂരത ചെയ്യാനുള്ള കാര്യം അത് ഒരു മാല എടുത്ത് പണയം വെക്കാൻ കൊടുത്തു അതിൻ്റെ കഴുത്തിൽ കിടന്ന്. ഇവന് പണം എന്നുള്ള ചിന്ത മാത്രമേ ഇവനും അവൻ്റെ ഉമ്മാക്കും ഉള്ളായിരുന്നു. നാട് നീളെ നടന്ന് കടം വാങ്ങിച്ചിട്ട് മോന് ബൈക്ക് വാങ്ങിക്കാനും കാറ് വാങ്ങിക്കാനും മൊബൈൽ വാങ്ങിക്കാനും ഇത് തന്നെയാണ് അവൻ്റെ പരിപാടി. അപ്പോഴും അത് ആ കുട്ടി എടുത്ത് കൊടുത്തിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടും ഇതിന് ആ മാല എടുത്തു കൊടുക്കണില്ല. വീട്ടുകാരും അറിയും എന്നുള്ളൊരു പേടി കൊണ്ടിട്ട് അത് വരവിൻ്റെ മാല വരെ അത് വാങ്ങിച്ച് കഴുത്തിലിട്ട് അതേപോലത്തെ. എന്നിട്ടാണ് അത് വീണ്ടും ചോദിക്കുന്നുണ്ട്, എൻ്റെ മാല എടുത്ത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് അതിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് തീർത്തത്. അല്ലാതെ അവൻ പറയണ എന്തോന്നാണ് പോലീസിന് മൊഴി കൊടുത്തത് ആ പെൺകുട്ടിയെ കൊല്ലാൻ കാരണം ആ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ആരും നോക്കാനില്ല എന്നുള്ള ഒരിത് കള്ളത്തരമാണ് അവൻ പറഞ്ഞത്. അവന് മരിക്കും, അവൻ എലിവിഷമാണ് തിന്നത്. എല്ലെണ്ണത്തിനെ ചുറ്റികയ്ക്കടിച്ച് എല്ലെണ്ണത്തിനെയും തീർത്തതിന് ശേഷം അവൻ കഴിച്ചതോ എലിവിഷ. അവൻ മുമ്പും അതുപോലെ അവന് എന്തോ വാങ്ങിച്ച് കൊടുക്കാത്തതിന് എന്തോ അവന് ബൈക്ക് അവൻ പറയണ സാധനം വാങ്ങിച്ച് കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വിഷം ഉണ്ടാക്കി എലിവിഷം കഴിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇവൻ്റെ സ്ഥിരം തൊഴിൽ അവൻ എന്ത് ചെയ്താലും അവൻ എലിവിഷം കഴിക്കും. എലിവിഷം കഴിച്ചാൽ ചാവൂ. എലി പോലും ചാവൂലല്ല. ചില എലികൾ വന്ന് എലിവിഷം എടുത്തോണ്ട് പോയാൽ അത് ചാവൂല. അങ്ങനെയുള്ള അവനറിയാം അവൻ ചാവൂലെന്ന്. ഇവങ്കിന്നത്ത് കൂടെ കൂടിയത് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാത്തെന്തായിരുന്നു? അങ്ങനെ ചാവണമെന്നുള്ളവനായിരുന്നെങ്കിൽ എന്നിട്ട് അവൻ നാടെ ഇപ്പോൾ പോയി ബിരിയാണിയും പൊറോട്ട ഇറച്ചിയും തിന്ന് ക്ണാച്ച് ഇപ്പം നാണ്ട പോരെങ്കിൽ ഇനിയിപ്പോൾ ദിവസവും കൂലിയുണ്ടല്ലോ. ഇപ്പം ലക്ഷങ്ങളുണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ അവന്മാർക്കൊക്കെ ജാമ്യം കിട്ടാതെ ഇങ്ങനെയുള്ളവന്മാർ പറയണം തോന്നാണ്, 1 തട്ടിയാലും 10 തട്ടിയാലും ഒരേപോലെയാണെന്ന്. ഒരേപോലെയാണ്. 1 തട്ടിയാലും 10 തട്ടിയാലും നിയമം ഒരുപോലെയാണെന്ന്. പിന്നെ അതുകൊണ്ട് തീർക്കാൻ നല്ല വാക്കുണ്ടല്ലോ. മനസാക്ഷിയില്ലാത്ത മനുഷ്യർ വീട്ടിലിരിക്കണവരോണം പറയും. ഇനിയിപ്പോൾ റഹീം കാക്ക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സംഭവം നടന്നിട്ട് നമ്മുടെ കുടുംബത്തെ ആകെ തകർത്തിയ ഒരു സംഭവമാണ്. 1 വർഷം തികയുകയാണ്. ഇതിനിടെയാണ് കുടുംബത്തിൻ്റെ അനുമതിയില്ലാതെ ഈ കഥയാക്കിക്കൊണ്ട് ഒരു സിനിമ പുറത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? കുടുംബത്തെ തകർത്ത ഒരു സംഭവമാണെന്ന് പറയാൻ, കുടുംബത്തെ തകർത്ത ഒരു സംഭവമാണെങ്കിൽ ആ കൊലയാളിയുടെ അടുത്ത് വൈരാഗ്യം ഉണ്ടാവുകയല്ലേ ചെയ്യും. ഒരിക്കലും അവൻ ഇറങ്ങരുത്. വേറെ വല്ല തന്തമാരായിരുന്നെന്നുണ്ടെങ്കിൽ യമനെ പിന്നെ വെച്ചേക്കൂലായിരുന്നു. ഉള്ളത് പറയാമല്ലോ. ഒരു വീട്ടിലുള്ള സ്വന്തം സഹോദരൻ അത് സ്കൂളിൽ പോയിട്ട് അന്ന് ഒരു ചപ്പാത്തി അങ്ങോട്ടേ കഴിച്ചുകൊണ്ട് പോയുള്ളൂ. എന്നിട്ട് ആ കുട്ടി വിശന്ന് തളർന്ന് വൈകിട്ട് വന്നപ്പോൾ അതിന് ഈ കാലനായിട്ട് വന്ന മന്തി വാങ്ങിക്കാനായിട്ട് പൈസയും കൊടുത്ത് പറഞ്ഞു വിട്ട് അത് മന്തിക്കടയിൽ ചെന്ന് നിൽക്കണത്, ആ ഹോട്ടലിൽ ചെന്ന് അത് നിൽക്കുന്നുണ്ട്. അത് പൈസ എടുത്ത് കൊടുക്കണ രംഗം കാണുന്നുണ്ട്. മന്തിയും മേടിച്ച് അടുത്ത ഓട്ടോയിൽ ആ കുട്ടി കയറി വന്നിട്ട് ആ മന്തി കഴിക്കാൻ പോലും സമ്മതിക്കാതെ അവൻ തീർത്ത്. എന്നിട്ട് ആ ബാഗൊക്കെ ചെതറി കിടക്കണ രംഗം ഇങ്ങനെ സഹിക്കണ്. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ കണ്ണൊക്കെ അതിൽ ചൂന്നെറിയും കണക്ക് എന്തെല്ലാം വേല ആ പെൺകുട്ടിയെ ചെയ്ത് അവരെ വീട്ടുകാർ സഹിക്കുമോ? എന്നിട്ടിപ്പം മോനെ രക്ഷിക്കാൻ നടക്കണമല്ലോ. അയ്യോ, സിനിമ ഇറങ്ങി തന്നെ വേണം. അല്ലെങ്കിൽ ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിഞ്ഞതാണിത്. അപ്പോൾ ഞാൻ ഇട്ട ആളിനെ മാറ്റി ബന്ധപ്പെട്ട അദ്ദേഹം അറിഞ്ഞില്ല, ഇങ്ങനെ കിട്ടിയതാണ് ഞാൻ ഇട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ, ഞാനൊരു വക്കീലിനെ കാണുകയും വക്കീൽ മുഖാന്തരം സംസാരിച്ചപ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അവർ സോഷ്യൽ മീഡിയ ഇട്ടുന്നത് ഞങ്ങൾ അല്ല, പെട്ടെന്ന് തന്നെ എൻ്റെ മോൻ്റെ കഥയാണെന്ന് എന്തുകൊണ്ട് തോന്നണം? ഇതുപോലെ എത്ര കഥകൾ ഏതോ ഒരു പാവപ്പെട്ട മണലാരുണ്യത്തിൽ ചെന്ന് കിടന്ന് അത് അന്നൊരു കഥയാക്കിയല്ലോ. പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ, അയാൾ അനുഭവിച്ച വേദനകൾ അതൊരു സിനിമ ആക്കിയല്ലോ. അപ്പം നോക്കുമ്പോൾ അയാൾക്കും എന്തൊക്കെയോ പണങ്ങൾ കിട്ടി. അപ്പം ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്നും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് സംവിധായകനായാലും എൻ്റെ പ്രൊഡ്യൂസറായിരുന്നാലും അവരൊക്കെ പണം കൊടുക്കാൻ എന്തോ ഒരു വകുപ്പാണ് ആളിന്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളൊരു സൂചന കണ്ട കിട്ടിയിട്ടുണ്ട്. എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ സംഭവമായി ആണ് ഈ സിനിമയാക്കി വെച്ചിരിക്കുന്നവർ. അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിക്കാൻ
ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ജനങ്ങൾ എത്ര പേരെ വിലക്കും, എത്ര പേരെ ജീവിതം സിനിമയാക്കി എടുത്തിട്ടുണ്ട്. എത്ര യവൻ മാത്രമല്ലല്ലോ, യവൻ ഈ ഇത്രയും ഒരു ഞെട്ടിക്കണ സംഭവം ഉണ്ടാക്കി. ഇതുപോലെ ഒരേ സ്ഥലത്ത് നടക്കണത് എത്ര സിനിമകളാക്കി മാറ്റിയിരിക്കണം. യവര് മാത്രം ഇതെന്തുകൊണ്ട് യവൻ്റെ പേരെവിടെ പറയണില്ല, യവൻ്റെ വീട്ടിലുള്ളവർ ആരെ പേരും പറയണില്ല. 5 പേരെ 6 പേരെ തട്ടി ഒരാൾ മരിച്ചില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള കഥകളായിരിക്കും അതിൽ വന്നിരിക്കണ. പക്ഷേ ഇവരാരെങ്കിലും പേരവിടെ ഉച്ചരിക്കുന്നുണ്ടോ? ഇതൊരു സിനിമാ കഥയല്ലേ. ഇവരാരെങ്കിലും പേരുച്ചരിച്ചെങ്കിൽ ശരിയാണ്. ഇന്ന ആൾ, ഇയാളെ പേര്, തന്തേരെ പേര്, തള്ളേരെ പേര്, അതുപോലെ അവൻ്റെ കൊലയാളിയുടെ പേര്, ഇവരാരെയും പേര് ഉച്ചരിക്കണില്ല. അതിൽ മരിക്കണ ഒരാളിൻ്റെ പേര് പോലും ഉച്ചരിക്കണില്ലെന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെ ഇയാൾ വന്നിരുന്ന് വാദിക്കണം? ഇത് സിനിമ റിലീസാവും. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഹൈക്കോടതിയിലേക്ക് പോയി പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്? ഇത് എൻ്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം. എൻ്റെ മകൻ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവമായിട്ടാണ് മകനെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ മകൻ്റെ ഭാവി, എൻ്റെ മകൻ്റെ പഠിത്തം. അയ്യോ, ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നല്ല. അപ്പം വേറെ ഉള്ളവരെല്ലാവരും ജീവൻ പോയതും ഒരു കുഴപ്പമില്ല. എൻ്റെ മകനെ കിട്ടണം, മകനെ സംരക്ഷിക്കണം. എൻ്റെ മകനെ ഇനി കൊണ്ടുവന്ന് തീറ്റി പോറ്റണം. എത്രയും പെട്ടെന്ന് മകൻ ഇറങ്ങി വരണേ എന്നാണ് അമ്മച്ചിയും അപ്പച്ചിയും പറയണത്. സംഭവിക്കപ്പെട്ടു പോയി. അതിന് ഒരു തിരക്കഥ ഉണ്ടാക്കി അവർ സിനിമയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഫെബ്രുവരി 6-ാം തീയതി റിലീസ് ചെയ്യുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനെതിരെയാണ് ഞാൻ പോയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത് വെച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം കുടുംബത്തിൽ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഈ കഥയോട് കൂടിയാണോ ഇതിൻ്റെ പോസ്റ്ററൊക്കെ പ്രത്യക്ഷപ്പെട്ടത്? അങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അറ്റവും മൂലം അറിഞ്ഞും കൊണ്ടാണ് വന്നിരുന്ന് പറയണത്. നിയമം എന്തോന്ന് പറയും, നിയമം പറയും. ഇതുപോലെ എത്ര കഥകളുണ്ട്. അതിലിപ്പോൾ ഇവരാരും പേരെടുത്ത് പറയുന്നില്ല. പിന്നെന്താണ് ഇയാൾക്ക് ഇത്ര വെപ്രാളം? മോനെ രക്ഷിക്കാൻ, മോന് ഭാവിയുണ്ട്, ഭാവി. 5-6 എണ്ണത്തിനെ കൊന്നല്ലേ. സോഷ്യൽ പിഞ്ഞാലമ്പുഴ സംഭവമായിട്ട് ഉള്ളൊരു കഥയാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിലേക്ക് പോയത്. ഇത് സംബന്ധിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ടവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ആരും ഞാനായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഒരാളും ഞാനായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെ. ആർക്കൊക്കെ എതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്? അത് സിനിമ പ്രൊഡ്യൂസർ, സംവിധായകൻ, ഇവർക്കെതിരെയാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തേക്കുന്നത്. അവർ കോടികൾ മുടക്കി പിടിച്ചതാണ് ഈ സിനിമ. ഇത് റിലീസ് ചെയ്യാതിരിക്കൂല. ഇനി മുന്നോട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ്? നടപടി അഡ്വക്കേറ്റായിട്ട് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ജീവിതമായിരുന്നത്. അത് വെച്ചവർ എത്ര എണ്ണത്തിൻ്റെ ജീവിതം അവൻ തൊലച്ച്. നമ്മുടെ ജീവിതമാണ്, എൻ്റെ മോനാണ്, എൻ്റെ അപ്പ മോനാണ് എന്ന് പറയണത് നാണമില്ലല്ലോ പറയാൻ. ഇപ്പോൾ സിനിമ ആക്കേണ്ട ഒരു ആവശ്യം അവർക്കില്ല. കാരണം കേസ് ഒന്നും ആയിട്ടില്ല. വിചാരണ കൂടെ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്. കേസിന് ഒന്നും ആയിട്ടില്ല. അപ്പം അത് ഇല്ല, കേസൊന്നും ആയില്ല. എൻ്റെ മോൻ പെട്ടെന്ന് ഇറങ്ങി വാ. യവനെ വിടരുത്, യവൻ അത്രയ്ക്കാണ് ദ്രോഹം ചെയ്തത്. ഈ ക്രിമിനലിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? ഇനി അവരെയൊക്കെ ജീവൻ അപകടത്തിലാണ്. അവനെ രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് ഇനി ജീവൻ അപകടത്തിലാവണത് ആരെയായിരിക്കും? നിങ്ങൾ തന്നെ ഊഹിച്ചോളണം. യവനെ സംരക്ഷിക്കണം. യവനെ എത്രയും പെട്ടെന്ന് ഇറങ്ങി വരാനാണ് പ്രാർത്ഥിക്കുന്നത്. നല്ല ബാപ്പായുമായി ഇതുപോലെ മനസ്സിലാക്കുകയാണ് അവർ സിനിമ പിടിച്ച് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോഴും കോടതിയിൽ കേസ് നടക്കുന്ന ഒരു സംഭവത്തെയാണ് ഇങ്ങനെ സിനിമയാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നതല്ലേ? അതെ. കേസ് കോടതി പരിഗണിക്കുന്ന ഇതൊന്നും ആയിട്ടില്ല. ആ ഒരു സംഭവമാണ് അവർ സിനിമയാക്കി കൊണ്ടുവന്നത്. കുടുംബത്തിൻ്റെ അനുമതി അവരെ കഥയാണെന്ന് എങ്ങനെ അറിയാം? ഇതൊക്കെ പറയണേലൊരു ലോജിക്കും ഇല്ല. പോലീസിന് ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് ആ സിനിമ പുറത്തിറങ്ങും. മഞ്ഞാറമൂട് കൂട്ടക്കൊല പ്രമേയമാക്കിയെന്ന് ആരോപിച്ച് പ്രതി അഫാന്റെ കുടുംബം നൽകിയ ഹർജിയിൽ ചിത്രത്തിന്റെ റിലീസ് തടയാതെ ഹൈക്കോടതി കാലം പറഞ്ഞ കഥ എന്ന സിനിമയുടെ റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ടാണ് അഫാന്റെ പിതാവ് കോടതിയെ സമീപിച്ചത്. സിനിമയെ കലയായി കണ്ടാൽ പോരെയെന്നും വെഞ്ഞാറമൂട് കൂട്ടക്കൊല ആസ്പദമാക്കി സിനിമ എന്ന ആരോപണത്തിന് എന്താണ് തെളിവെന്നും കോടതി ചോദിച്ചു. വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്യുന്നു. വിഷ്ണു, അപ്പോൾ ആ റിലീസിന് തടസ്സമില്ല, എന്തൊക്കെയാണ് കോടതിയുടെ നിർണായകമായ വിലയിരുത്തലുകൾ? അഫാന്റെ പിതാവാണ് ഇത്തരത്തിൽ ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. കാലം പറഞ്ഞ കഥ എന്ന സിനിമയുടെ റിലീസ് തടയണമെന്ന ആവശ്യം, അതോടൊപ്പം പ്രധാനപ്പെട്ട പ്രയറുകളെ മുന്നോട്ട് വെച്ചത്. ഇതിന്റെ വിചാരണ നടപടികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. ആ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സിനിമ ഇറങ്ങിയാൽ അത് തെറ്റായ ധാരണയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനും മാധ്യമ വിചാരണയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തങ്ങളുടെ കുടുംബത്തെ അത് കാര്യമായി ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഹർജിയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. പക്ഷേ നിലവിൽ സിനിമയുടെ റിലീസ് തടയുന്ന നടപടിയിലേക്ക് ഹൈക്കോടതി പോയിട്ടില്ല.
സിനിമയെ കലയായി കണ്ടാൽ മതി എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഒപ്പം അതെ, സിനിമയെ കലയായി കണ്ടാൽ മതി, അല്ലാതെ ഇയാളെ കുടുംബത്തിലുള്ള ഒരു മനുഷ്യരെ പേരുച്ചരിച്ചെങ്കിൽ ശരിയാണ്. ഓരോരുത്തരെ അതിലിപ്പം മരണപ്പെട്ടവരെ പേര് അതൊന്നും ഉച്ചരിക്കണില്ല. പിന്നെ എത്ര വെപ്രാളം ഇയാൾക്ക്. ഈ സിനിമയുടെ സംവിധായകൻ പ്രസാദ് നൂറിനാടാണ് സംവിധായകൻ പറയുന്ന വാക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഈ സിനിമ ഇപ്പോൾ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അഫാന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. എന്താണ് ഈ അവസരത്തിൽ സംവിധായകന് പറയാനുള്ളത്? സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തുന്ന ഒരു പ്രയത്നമാണ്. അപ്പോൾ അത് സിനിമ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് ഞങ്ങളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. അതുപോലെ അഫാന്റെ അച്ഛൻ ഉന്നയിക്കുന്ന പോലെ ഇതൊരു വെഞ്ഞാറമ്മൂട് കുട്ടക്കൊലപാതകത്തിന്റെ കഥയല്ല. ഇത് തികച്ചും യാദൃശ്ചികമായിട്ടുള്ള, അതായത് ഇതിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ സാങ്കല്പികം മാത്രമാണ്. നമ്മള് അയാൾക്ക് കുറേ പണം വേണം. ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ കുറേ പണം കിട്ടും. അത് ഇങ്ങനെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്കിനി പണം വേണം. പണം ആവശ്യപ്പെടാനുള്ള പ്ലാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അവരുടെ അടുത്ത് പണം ആവശ്യപ്പെടും മിക്കവാറും. സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്കും കുടുംബത്തിന് കൊടുക്കുന്ന ഒരു കരുതലാണ്. ഇതൊരു സ്കൂൾ അധ്യാപകൻ, ഒരു ഹെഡ് മാസ്റ്ററായ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി നാടകശാല സ്ഥാപകനാണ്. അപ്പൊ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടാണ് ഈ സിനിമ. അഫാന്റെ പിതാവ് പറയുന്നത് ഈ സിനിമ റിലീസായാൽ അത് അഫാന്റെ ഭാവിയെയും ഒപ്പം ഈ കേസിന്റെ വിചാരണയും ഒക്കെ ബാധിക്കുമെന്നുള്ളതാണ്. അഫാന്റെ കഥയാണെങ്കിലല്ലേ അഫാന്റെ യഥാർത്ഥ കഥ, അല്ലെങ്കിൽ ആ സംഭവിച്ച യഥാർത്ഥ കഥയാണെങ്കിലല്ലേ, അല്ലെങ്കിൽ നമ്മളിത് എവിടെ പോലും നമ്മുടെ പരസ്യത്തിലോ എങ്ങു പോലും ഇത് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിന്റെ ആവിഷ്കാരമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. കേരളത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. ഇത് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവമാണ്. നമ്മുടെ ഈ സിനിമ പറയുന്നത് കേരളത്തിൽ ഇന്നേ വരെ 2025 വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല സംഭവ കഥകളാണ്. ഒരു പക്ഷേ ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർ ചിലപ്പോ തോന്നിയേക്കാം ഇത് വെഞ്ഞാറമ്മൂട് സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നന്തങ്കോട് സംഭവിച്ചിട്ടുണ്ട്, തിരുവനന്തപുരം നന്തങ്കോട് കൂട്ടക്കൊലപാതകം അറിയില്ലേ, അവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ അയൽപക്കത്ത് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നിയേക്കാം. ഇപ്പൊ സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ സഹോദരനെ കൊല്ലുന്നത് ആദ്യത്തെ സംഭവമല്ലല്ലോ. ഇത് വെഞ്ഞാറമ്മൂട്ടിൽ മാത്രം സംഭവിച്ച കഥയാണെങ്കിൽ നമുക്ക് വെഞ്ഞാറമ്മൂട് കഥയെന്ന് പറയാം. എന്താണെങ്കിലും നിങ്ങൾ ഒരുപാട് കാലം പ്രയത്നിച്ച് സിനിമയുടെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് അത് റിലീസിംഗിന്റെ തീയതി തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയിലേക്ക് ഒരു ഹർജി എത്തുന്നത്. അപ്പൊ അതൊരു വലിയൊരു ആശങ്കയായി മാറുകയാണല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് അതിനെ കുറച്ച് ടെൻഷനുണ്ട്. പിന്നെ ഇത് ഇനിയിപ്പം നാളെ അങ്ങനെ ഒരു സ്റ്റേയോ കാര്യങ്ങളോ വന്നാൽ ഇത് കോടതിയിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ. പിന്നെ അതിലല്ല കേസ് അതിന് വലിയ ബലം നമ്മൾ കാണുന്നില്ല. എന്തായാലും ഇത് റിലീസാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. റിലീസാവട്ടെ. അവരെത്രയോ ഈ സംവിധായകനും പ്രൊഡ്യൂസറൊക്കെ ഇത്രയും നാൾ കൊണ്ട് കഷ്ടപ്പെട്ട ഒരു പടമാണ്. അപ്പോൾ അവർ കോടികൾ മുടക്കിയ പടമായിരിക്കും. അപ്പോൾ അവരുടെ കഷ്ടപ്പാട് അതിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സിനിമ റിലീസാവട്ടെ. റിലീസാവണമെന്ന് തന്നെ ജനങ്ങളുടെ ആഗ്രഹം. പിന്നെ അതുപോലെ റഹീം കാക്ക മുമ്പ് പറഞ്ഞതുപോലെയൊന്നുമല്ല ഇപ്പം മോനെ രക്ഷിക്കണം, മോനെ എത്രയും പെട്ടെന്ന് ഇറക്കി കൊണ്ടുവരണം. പിന്നെ അതുപോലെ അവനും അവിടെ ജയിലിനകത്ത് ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി. അവന് പഠിക്കണമെന്നും ബോധം കെട്ട് വീഴുന്നതായിട്ടും അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉണ്ടാക്കി. അവൻ ഇനി തുടർന്ന് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇവൻ്റെ ഉദ്ദേശം ഇനി വേറെ ഒന്നുമല്ല. ഇനി വന്നിട്ട് അവന് ഇനി വേറെ ഉദ്ദേശമുണ്ട്. എങ്ങനെയെങ്കിലും ഇറങ്ങി വന്നിട്ട് ഈ പറയണ അവർക്കൊക്കെ എന്താണ് സംഭവിക്കാൻ പോണേന്ന് അറിയാം. ഇതുപോലെ എത്ര എണ്ണത്തിൻ്റെ ജീവനാണ് പട്ടാപ്പകൽ ചെയ്തത്. അഞ്ചെണ്ണത്തിനെ തട്ടി. ആറാമത്തെ ആ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ആ പാവപ്പെട്ട പെൺകുട്ടി എന്ത് ചെയ്തിട്ടാണ് അതിനെ ഇല്ലാതാക്കി? അതിന് കുടുംബം ഇല്ലേ? അതിന് ഉമ്മായും പാപ്പായും സഹോദരനൊന്നുമില്ലേ? അതിൻ്റെ ആ വീട്ടിലെ ഒരു പ്രതീക്ഷയായിരുന്ന ഒരു മകളെയാണ് ഇവൻ ഇല്ലാതാക്കിയത്. ഇവൻ എന്തിനാ അതിനെ ഇങ്ങനെ ആക്കിയത്? ഇവന് വെറുതെ വിട്ടുകൂടെയിരുന്ന? എന്നിട്ട് ഇപ്പം ഇരുന്നും കൊണ്ട് ന്യായം പറയുന്നല്ലോ, എൻ്റെ മോനെ രക്ഷിക്കണമെന്ന്. അതുപോലെ വേറെ 2 പേരില്ലേ, വാപ്പാര ജ്യേഷ്ഠനും ഭാര്യയും
അവർക്കും ഒരു കുടുംബം ഇല്ലായിരുന്ന, അവർക്ക് മക്കളില്ലായിരുന്ന. അപ്പം അവരൊക്കെ ഒന്ന് കാണട്ടെ സിനിമ. അവരെയൊന്നും ഭാവി പോകൂലേ? അവരെ ജീവിതമൊന്നും ഇതുപോലെ ആയില്ലേ? അവരൊന്നും വേദനിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് മാത്രമേ വേദനയുള്ളായിരുന്നോ? ഇത്രയും വേല ചെയ്തിട്ട് ഇപ്പം മോനെ രക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നു. പ്രായപരിധി വെച്ചിട്ടൊക്കെ മിക്കവാറും കുറച്ച് നാളും കൂടെയൊക്കെ കഴിയുമ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. എന്തായാലും നിയമം പോലെ പോട്ടെ. ജയിലിൽ പോയി കിടന്നാലും വെറോട്ടെ ഇറച്ചിയും ബിരിയാണിയായിട്ട് അവന്മാരെ തിന്ന് കൊഴുപ്പിക്കുകയാണ് ചെയ്യണം അതിനകത്ത്. അതുപോലെ ഇപ്പം കഷ്ടപ്പെടണ്ടല്ലോ. ഇന്നിപ്പോൾ തൊഴിലുറപ്പിന് പോണവർക്ക് വരും 300 എത്ര രൂപയുള്ളൂ. അവന്മാരെ സാലറി 650-700 രൂപ ഒരു ദിവസം. ഇങ്ങനെ ആകുമ്പം യവന്മാർക്ക് കുറച്ചുകൂടെ ഇതിനോടൊരു താല്പര്യം ഉണ്ടാവേ ഉള്ളൂ. ഞാൻ അവരെ തട്ടിയിട്ട് ചെല്ലുമ്പോഴത്തേക്കും അത് കിട്ടുമല്ലോ. അവിടെ ജയിലിനകത്ത് സുഖമാണല്ലോ, നല്ല ഫുഡ് കിട്ടും. അതുപോലെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇത്തിരി മാന്തി നിൽക്കുമ്പം ക്യാഷ് കിട്ടും. അങ്ങനെ തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കണം. ഇതിപ്പോൾ ഈ അഫാൻ്റെ കേസ് നടന്ന 2025 ഫസ്റ്റിലാണ് ഇത് തുടങ്ങണം. ഇപ്പോൾ 1 വർഷം ആവാൻ പോണു. കുഴപ്പമില്ല, ഇപ്പോൾ അക്കൗണ്ടിലൊക്കെ നല്ലതുപോലെ നിറഞ്ഞിട്ടുണ്ട്, നല്ല ക്യാഷ് കിട്ടും.